CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന മന്ത്രിസഭ പരാജയമെന്ന വിമർശനം വരികയാണ്. മുൻ പരിചയമുള്ളവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയത് തിരിച്ചടിയായി എന്ന വിമർശനം സർക്കാരിന്റെ പ്രതിച്ഛായ തകരാറിന് ഇത് കാരണമായിട്ടുണ്ട്. അഞ്ചാലുമൂട്ടിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം കൊല്ലം ജില്ലാ നേതൃത്വത്തിന് രൂക്ഷ വിമർശനവും വരുന്നുണ്ട്. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത മൂർച്ഛിച്ചതിൽ ജില്ലാ നേതൃത്വത്തിന് മുഖ്യ പങ്കെന്നാണ് വിമർശനം. കണ്ണൻ നായരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. കണ്ണൻ, ഇതേ വിമർശനം, അതായത് സംസ്ഥാന മന്ത്രിസഭ പരാജയമാണ്, പരിചയക്കുറവുണ്ട് മന്ത്രിമാർക്കെന്ന വിമർശനം ഇതിനു മുൻപ് നമ്മൾ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ കേട്ടിട്ടുണ്ട്. മുഖം മിനുക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടാകുമെന്നൊരു ഘട്ടത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ കൊല്ലത്ത് ജില്ലാ സമ്മേളനത്തിൽ എങ്ങനെയാണ് ഈ വിഷയം ഉയരുന്നത്? ആര്യ, ആ വിഷയം പറയുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, പോലീസിനെതിരെ മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഇന്ന് കടയ്ക്കൽ നിന്നുള്ള പ്രതിനിധികൾ ഉന്നയിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് കൊല്ലം ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ്. കിളിയലൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കടയ്ക്കൽ നിന്നുള്ള പ്രതിനിധി ആ പോലീസിന്റെ നിഷ്ക്രിയത്വത്തെ വിമർശിച്ചത്. പോലീസിന്റെ നടപടി ശരിയായില്ല. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്നുള്ള വിമർശനം ഈ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിനുശേഷം വൈകിട്ട് CPM ജില്ലാ സെക്രട്ടറി S. സുദേവൻ മറുപടി പറഞ്ഞ സമയത്തും ജില്ലയിൽ 38 CIമാരുണ്ട്, അതുപോലെ തന്നെ DVSPമാർ 6 പേരുണ്ട്, 2 SP മാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ ചില പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്ന വിഷയം വലിയ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ള മറുപടിയാണ് ഉണ്ടായത്. ഏറ്റവും എടുത്തു പറയേണ്ടത്, പോലീസിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം ഉണ്ടായിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാമർശം ഉണ്ടായത്. മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ടും ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു പ്രതികരണം പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇനി മന്ത്രിസഭയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മന്ത്രിസഭ പരാജയമാണെന്ന വിമർശനം 1, 2 ആഭ്യന്തര വകുപ്പ് പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു, 3ാമത് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം. ഈ 3 വിമർശനങ്ങളും ഇപ്പോൾ ഇന്ന് വരികയാണ്. 3 വിമർശനങ്ങൾ മാത്രമല്ല, കരുനാഗപ്പള്ളി വിഷയമാണ് ഏതാണ്ട് പകുതിയിലേറെ സമയം ഇന്ന് സംസാരിച്ചത്. മന്ത്രിസഭാ വിഷയത്തെക്കുറിച്ച് വന്നു കഴിഞ്ഞാൽ, മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴിച്ചു ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്നെ പുതിയ മന്ത്രിമാരാണ്. ആ മന്ത്രിമാർക്ക് അനുഭവക്കുറവുണ്ട്. പകുതി പഴയ മന്ത്രിസഭയിലെ ആൾക്കാരെയും പുതിയതായിട്ടുള്ള പകുതി ആൾക്കാരെയും ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ഇത്തരത്തിലുള്ള ജനങ്ങളുടെ മുന്നിൽ അവമതിപ്പുണ്ടാക്കാനുള്ള കാരണം ഈ അനുഭവക്കുറവുള്ള മന്ത്രിമാരാണ് എന്നുള്ള വിമർശനം അഞ്ചാലുമൂട്ടിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഉന്നയിച്ചത്. ആ പ്രതിനിധികൾ എല്ലാവരും തന്നെ ഈ വിഷയത്തിൽ മന്ത്രിസഭ പരാജയമാണ് എന്നുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റിയുടെ വിഷയമാണ്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ കൊല്ലത്ത് CPMന് വലിയ തലവേദനയായ വിഷയമാണ്. ആ വിഷയം പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വം പൂർണ്ണമായും പരാജയപ്പെട്ടു. പല സമയങ്ങളിലും ഒരു ഭാഗം ചേർന്ന് നിന്നുകൊണ്ടാണ് ആ ജില്ലാ നേതൃത്വം പ്രവർത്തിച്ചത്. ജില്ലാ നേതൃത്വം ഒരു വിഭാഗത്തിന്റെ ഭാഗമായി മാത്രം മാറി നിന്നു. അവിടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഒപ്പം തന്നെ 2 നേതാക്കന്മാർ, അത് ഒന്ന് സംസ്ഥാന കമ്മിറ്റി അംഗവും ഒന്ന് ജില്ലാ കമ്മിറ്റി അംഗവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഒപ്പം തന്നെ ആ പ്രശ്നമുണ്ടാക്കിയ 2 പേരും ആ ആൾക്കാർ ഈ സമ്മേളനത്തിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിനിധികൾ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ആ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഈ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടാകില്ലായിരുന്നു. അവിടെ ഏരിയ സമ്മേളനം നടത്തി അവിടുത്തെ പ്രതിനിധികളെ കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ച് ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അത് CPMന്റെ കൊല്ലം ജില്ലാ നേതൃത്വത്തിന്റെ പരാജയമാണ് എന്നുള്ള ഒരു വിമർശനം ഉന്നയിച്ചു. അതിനെ കുറിച്ചുള്ള മറുപടി ജില്ലാ സെക്രട്ടറി S. സുദേവൻ നൽകിയ സമയത്തും 3 തവണ ജില്ലാ നേതൃത്വം അങ്ങോട്ട് ഇടപെട്ട്, ഒരു തവണ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വന്ന വിഷയം പരിഹരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ ചർച്ചകളും നടത്തിയതാണ്. പക്ഷേ ആ വിഷയത്തിൽ ആ പ്രദേശത്തെ സഖാക്കൾ ഒരു തരത്തിലും ആ ഒരു അനുനയ നീക്കത്തോട് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അവിടുത്തെ അംഗങ്ങളെ പാർട്ടി മെമ്പർമാരെ അല്ലെങ്കിൽ പ്രതിനിധികളാകേണ്ടിരുന്നവരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ജില്ലാ സമ്മേളനം കൂടേണ്ടി വന്നതെന്നുള്ള ഒരു മറുപടിയാണ് ഈ ജില്ലാ സെക്രട്ടറിയുടെ മറുപടിയിൽ ഉണ്ടായത്. രണ്ടാമത്തെ കാര്യം, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്നത്. ആഭ്യന്തര വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാന മന്ത്രിസഭ പരാജയമാണെന്ന വിമർശനം. അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വത്തിന് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത പരിഹരിക്കുന്നതിൽ വീഴ്ച പറ്റി എന്നതിലാണ് വലിയ വിമർശനം ഉയരുന്നത്.